ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ കേരളത്തിലും പ്രതിഷേധം. കണ്ണൂരിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പ്രധാനമന്ത്രിയുടെ കോലം കത്തിച്ചും നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധിച്ചു. ജയിലിലുള്ള കെജ്രിവാൾ പുറത്തുള്ളതിനേക്കാൾ ശക്തനെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം നടത്തുമെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർക്കുന്നു. അടിയന്തരാവസ്ഥയേക്കാൾ കഷ്ടമാണ് കാര്യങ്ങളെന്ന് PK ശ്രീമതിയും വിമർശിച്ചു. ഇന്ന് കേരളത്തിലുടനീളം പ്രതിഷേധം നടക്കാൻ പോവുകയാണ്. ഇത് രാജ്യത്തുള്ള ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തെ അവസാനിപ്പിച്ച് ഹിന്ദുത്വ ഫാസിസത്തിലേക്കുള്ള നീക്കമാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന നരേന്ദ്രമോദിയെയും RSS സംഘപരിവാർ വിഭാഗത്തെയും കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾ അതിശക്തിയായി പ്രതിരോധിക്കും എന്ന സന്ദേശമാണ് ഈ പ്രകടനത്തിലൂടെ ഞങ്ങളിവിടെ ഉന്നയിച്ചിട്ടുള്ളത്. കൽത്തുറുങ്കിൽ അടച്ചിരിക്കുന്ന കെജ്രിവാളാണ് പുറത്തുള്ള കെജ്രിവാളിനേക്കാളും ശക്തനായിട്ടുള്ള നേതാവ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതാണ് കേരളത്തിലും ഇന്ത്യയിലും കാണാൻ പോകുന്നത്. ഇന്ത്യ സഖ്യം രാജ്യവ്യാപകമായിട്ട് ഇതിനെതിരായ പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ കേരളത്തിൽ ആ ദൗത്യം നിർവഹിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് അടിയന്തരാവസ്ഥയെക്കാളും കഷ്ടം എന്ന് പറയാവുന്ന ഫാസിസ്റ്റ് സമീപനത്തിലേക്ക്, അങ്ങേയറ്റത്തെ അമിതാധികാര പ്രവണതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അർജുൻ കല്യാണ് കണ്ണൂരിൽ നിന്ന്. അർജുൻ, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖനായ നേതാവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ CPM നിരത്തിലേക്ക് ഇറങ്ങുന്നത് മറ്റൊരു സംഭവത്തിൽ, മറ്റൊരു നേതാവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഓർമ്മയില്ല. CPM ഇവിടെ ഈ ദൗത്യം ഏറ്റെടുക്കുന്നു എന്നാണ് MV ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത്. എന്തായിരുന്നു ഇന്ന് CPMന്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ സമരം? നികേഷ് കുമാർ, അതിശക്തമായിട്ടുള്ള സമരം CPM എന്തായാലും ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തുന്നു എന്നുള്ള പ്രഖ്യാപനം തന്നെയാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയിട്ടുള്ളത്. എന്തായാലും നികേഷ് കുമാർ പറഞ്ഞതുപോലെ തന്നെ മറ്റേതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കക്ഷിയുടെ നേതാവിനെ അറസ്റ്റ് ചെയ്തുള്ള പ്രതിഷേധം മാത്രമല്ല, ഇത് രാജ്യത്തെ ഭരണഘടനയ്ക്കും ജനാധിപത്യത്തിനും എതിരായിട്ടുള്ള ഒരു കടന്നുകയറ്റമാണ്. ഒരു ഫാസിസ്റ്റ് പ്രവണതയുടെ ഭാഗമായി തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ മോദി സർക്കാർ ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം എന്ന രീതിയിൽ തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ പ്രതിഷേധം നടത്തിയിട്ടുള്ളത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം നടന്നിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അപ്പോൾ മോദി സർക്കാരിനെതിരെയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള വർഗീയ ശക്തികൾക്കെതിരെയും അതിശക്തമായിട്ടുള്ള ഒരു പോരാട്ടം നടത്തേണ്ടുന്ന ആവശ്യകത ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലായിടത്തും തന്നെ CPMന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രചരണ മുദ്രാവാക്യം തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മുദ്രാവാക്യം ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുകൂടി ഉണ്ടാവുന്നു. അതിശക്തമായിട്ടുള്ള പ്രതിഷേധം ഇതിൻ്റെ ഭാഗമായി നടക്കുമെന്നുള്ള കാര്യം തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായും പറയേണ്ടത്, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ വെച്ച് കേരളത്തെ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള പ്രതിഷേധ പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതിഥിയായി പങ്കെടുത്തത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആയിരുന്നു. അപ്പോൾ ഇതൊരു പരസ്പരമുള്ള ഒരു സഹകരണത്തിൻ്റെയും ഒരു ഐക്യത്തിൻ്റെയും കൂടി ഭാഗമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ്. ഒരു സംസ്ഥാനത്ത് പോലും ആം ആദ്മി പാർട്ടി CPMനോടൊപ്പം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു പോലുമില്ല. പക്ഷേ നേരത്തെ അർജുൻ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കേരളം സംഘടിപ്പിച്ച മാർച്ചിൽ അരവിന്ദ് കെജ്രിവാൾ മാത്രം വന്നു എന്ന് മാത്രമല്ല, ഭഗവന്ത് സിംഗ് മാൻ പഞ്ചാബ് മുഖ്യമന്ത്രിയുമായി അരവിന്ദ് കെജ്രിവാൾ വന്നു. ഏറ്റവും ശക്തമായിട്ടുള്ള ആഞ്ഞടിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തി എന്നുള്ളത് കേരളം, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നന്ദിയോടുകൂടി ഓർക്കുന്നു. അതിനപ്പുറത്തേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഇത് വലിയ രാഷ്ട്രീയ വിഷയമായി മാറുന്നു എന്ന തിരിച്ചറിവിൽ ആദ്യം വിഷയം ഏറ്റെടുക്കുകയാണ് CPIM എന്ന് നമുക്ക് കാണാവുന്നതാണ്.